ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോ നമുക്ക് ഈ ചെരുപ്പൊക്കെ ഇട്ട് കാലില് ഡ്രൈ ആവുകയോ അതുപോലെ ചപ്പലിന്റെ ഒക്കെ പാട് കാല് നല്ല ശരീരത്തിലുള്ള കളറിനെയും കാട്ടി ഫെയ്ഡ് ആക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കറുപ്പൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു പാക്ക് നമുക്ക് ഇന്ന് തയ്യാറാക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്ക് ചെയ്യാവുന്ന പാക്ക് എന്നോട് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര്. നമ്മൾ ഫേസിൽ ഇടുന്നത് വലിയ പുളി ഇല്ലാത്ത തൈരായിരിക്കണം. പക്ഷെ നമ്മൾ ഈ കാലിൽ കറുപ്പ് മാറാനൊക്കെ ഇടാനായിട്ട് നല്ല പുളിയുള്ള തൈര് എടുക്കണം. പിന്നെ നമുക്ക് കോഫി പൗഡർ ഇതിനാവശ്യമാണ്. തരിയായിട്ടുള്ള കോഫി സ്ക്രബിനും കൂടെ വേണ്ടിയാണ് നമ്മളിപ്പോ ഈ തരിയായിട്ടുള്ള കോഫി പൗഡർ എടുക്കുന്നത്. അതേപോലെ ഓട്സും ബദാമും കൂടെ പൊടിച്ചുള്ള പൗഡർ. ഇതിങ്ങനെ കൂടുതൽ നമ്മൾ പൊടിച്ചു വെച്ചിരുന്നാലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ പേസ്റ്റ് ഇടാനോ ഒരു പാക്ക് ഉണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ കാലിലാന്ന് എന്തിന് ആവശ്യത്തിനാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ഓട്സും ബദാമും കൂടെ പൊടിച്ചു വെച്ച പൗഡർ. പിന്നെ നമുക്ക് ഇതേപോലെ നാരങ്ങ വേണം. നാരങ്ങ എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വൈറ്റമിൻ സി നമ്മുടെ കാലിലുള്ള കറുപ്പുകളൊക്കെ ഒരു പരിധിവരെ ഫെയ്ഡാക്കും. അപ്പൊ നമുക്കിതുപോലെ നാരങ്ങയായി ആവശ്യമാണ്. പിന്നെ ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോൾഗേറ്റിന്റെ ലെമൺ കൂടെ അടങ്ങിയ ഒരു ടൂത്ത് പേസ്റ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സ്വല്പം ആവശ്യമാണ്. അപ്പൊ ഇത്രയും കൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കി കാലിലിട്ട് കഴിഞ്ഞാൽ കാലിലെ കറുപ്പൊക്കെ മാറും. അതുപോലെ കാലിനൊരു മോയ്സ്ചറൈസിങ് കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ശകല ആൽമണ്ട് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ തൈര് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് ഓട്സും ബദാമും കൂടെ പൊടിച്ച് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഈ ടൂത്ത് പേസ്റ്റ് ഇടാൻ വേണ്ടി കാലയിലെ അതുപോലെ കൈമുട്ടിന് വരുന്ന കറുപ്പിനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ നമുക്കൊരു ശകലം ടൂത്ത് പേസ്റ്റ് ഇടാം. അപ്പൊ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ലെമൺ അടങ്ങിയ ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തേക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് മതി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് നാരങ്ങയായ. അപ്പൊ ഇതിൽ നിന്ന് ഒരു 1/4 മുറി നാരങ്ങ എടുത്ത് നമുക്ക് ഇതിനകത്ത് അതിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കാലിലുള്ള ആ കറുപ്പൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ലെമൺ ജ്യൂസ്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു ശകലം അർഗൻ ഓയിൽ, ഇത് കപ്പലണ്ടിയുടെ എണ്ണയ. ഇത് കാലിനൊരു മോയ്സ്ചറൈസിങ് ചുളുക്കൊക്കെ കൊണ്ട് മാറാൻ പറ്റും. അപ്പൊ അതിനകത്തുനിന്ന് ഞാനത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ഇത്രയും കൂടെ നമ്മൾ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യുന്നു. ഇതിനകത്ത് നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ബദാമും ഓട്സും കൂടെ പൊടിച്ചിട്ടുള്ള പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീര്, പിന്നെ ശകലം ടൂത്ത് പേസ്റ്റ്. ഇത് കയ്യിൽ വരുന്ന കറുപ്പിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഒരു മോയ്സ്ചറൈസിന് വേണ്ടി നമ്മൾ ശകലം അർഗൻ ഓയിലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കൊണ്ട് നമ്മൾ ഇത് ഒരുപാട് കറുപ്പ് കാലിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒന്നിനാണ് ഇങ്ങനെ ഒരു പാക്ക് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ കാലിന് ആ കറുപ്പ് ഫുള്ള് മാറുകയും ചെയ്യും. ചുളുക്കുണ്ടെങ്കിൽ മാറും. ഇത് വളരെ നല്ലതാണ്. ഈ കൈമുട്ടിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈമുട്ടിന് വരുന്ന കറുപ്പിനൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഇത് മുഖത്ത് കൊണ്ടുപോകാൻ പാടില്ല. മുഖത്തോട്ട് ഈ പാട് ഇത് കൊണ്ടുപോകാൻ പാടില്ല. എന്താ വെച്ചാൽ ഇതിനകത്ത് തൈരും നാരങ്ങാനീരും അതുപോലെ ടൂത്ത് പേസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് അഴുക്ക. അപ്പൊ അത് മുഖത്ത് കൊണ്ടുവരുത്. നമുക്ക് കൈമുട്ടിനൊക്കെ വരുന്ന കറുപ്പിനൊക്കെ വളരെ നല്ലതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിക്കും. ഇതിനകത്തുള്ള ഓയിലൊക്കെ നമ്മൾ ഇത് ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കാലിന് വരുന്ന ചുളുക്കുകൾ മാറാനും
ഒക്കെ നല്ല ഇത് ആഴ്ചയിൽ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിലുള്ള കറുപ്പുകൾ ഫുള്ള് മാറുകയും ചെയ്യും. ഈ ചപ്പലിനിട്ട അലർജി മാറും. അതുപോലെ ഈ ചുളുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് കാലിലിട്ട് കൊടുക്കാം. ഇപ്പൊ ഈ കാലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ചപ്പലിന്റെ ഒക്കെ ഒരു കറുപ്പ് കാലിലൊക്കെ ഈ ചപ്പലിട്ട കറുപ്പൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് എന്തുമാത്രം ചേഞ്ച് വരും നമുക്ക് ഈ പായ്ക്ക് വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഈ കാലിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിക്കായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതൊരു സ്ക്രബ് കൂടെ നമ്മളിത് കോഫ് പൗഡർ ഒക്കെ ഇടുന്നതുകൊണ്ട് ഒരു സ്ക്രബും കൂടെ വരുന്നുണ്ട്. അത് ഒരു കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. എങ്കിലും ചിലർക്ക് ഈ നാരങ്ങ നീരും ഒക്കെ അലർജിയും ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇതുപോലെ അങ്ങ് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് വരെ നമ്മൾ 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് തൈര് നാരങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തൈരിന്റെ ഒക്കെ ലാക്റ്റിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കറുപ്പൊക്കെ മാറുകയും ചെയ്യും. അലർജിയൊക്കെ മാറുകയും ചെയ്യും. നമുക്കപ്പോ അപ്പൊ ഇനി ഈ ഒരു പാക്ക് ഒരു 20 മിനിറ്റ് നമുക്ക് കാലം ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഉണങ്ങും. ആ സമയത്ത് നമുക്ക് റബ്ബ് ചെയ്തിട്ട് ഈ കാലിന് വരുന്ന ചേഞ്ച് നമുക്കൊന്ന് കാണാം. ഓക്കെ, നമ്മൾ പാക്ക് ഇട്ടു. ഒരു 20-25 മിനിറ്റ് നമുക്ക് വെച്ചിരുന്ന അത്രയും നല്ലതാ. പക്ഷെ ഞാൻ നമ്മുടെ ഒരു 15 മിനിറ്റ് മാത്രമേ ഇട്ടുള്ളൂ. ഇത് കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട് ആ നേരത്തെ ഉള്ള കറുപ്പിനും അതുപോലെ ചുളുക്കും ഒരു മോയ്സ്ചറൈസിങ്ങും ഒക്കെ നമുക്ക് ഇപ്പം തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ ഒരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അത് റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് അത് മുഖത്തിടുന്നത് തന്നെ നമുക്കിപ്പോൾ ഉപയോഗിക്കാം. ഒരു ശകലം മോയ്സ്ചറൈസ് ഇതുപോലെ എടുക്കുക. നമുക്ക് ഇതേപോലെ ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് ഇതേപോലെ ഒരു പാക്ക് ഇട്ട് കൊടുത്ത് ഒരുപാട് ഡീപ്പായിട്ടുള്ള കറുപ്പാണെങ്കിൽ 1-2 ടൈം കൊണ്ട് മാറത്തില്ല. പക്ഷെ നമ്മൾ ഇതേപോലെ അങ്ങനെ ഇടുകയാണെങ്കിൽ തൈര് നമ്മൾ 1 സ്പൂൺ എന്നുള്ളത് 2 സ്പൂൺ ആക്കുക. നാരങ്ങ അര മുറി എന്നുള്ളത് 1 മുറി ഇട്ടാലും കാലയിൽ മാത്രമുള്ള ഒരു പാക്കാണ് ഞാൻ കണക്ക് പറയുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇതേപോലെ ഒരു പാക്ക് തയ്യാറാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കാലിലുള്ള കറുപ്പെല്ലാം മാറുകയും നല്ല പെഡിക്യൂർ പോയി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യുക. അപ്പൊ ഇതേപോലെ നമ്മൾക്ക് ചെയ്താല് നമ്മുടെ കാലെന്നും നല്ല മുഖത്തിന്റെ കളർ കാലിന് കിട്ടുകയും ചെയ്യും. അതുപോലെ ഡ്രൈനെസ് മാറത്തില്ല, അലർജി ഒന്നും വരത്തില്ല. അപ്പൊ ഇതുപോലൊരു പാക്ക് എല്ലാം തയ്യാറാക്കി ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പാക്ക് തയ്യാറാക്കി ആഴ്ചയിൽ 1-2 ദിവസം നമ്മൾ കയ്യിൽ മുട്ടിലോ കാലിലോ അപ്ലൈ ചെയ്യുകയാണെന്ന് നമ്മുടെ കാലിലൊക്കെ ചപ്പലൊക്കെ ഇട്ട് വരുന്ന ചപ്പലിലൊക്കെ അലർജിയും അങ്ങനെയൊക്കെ വരുന്ന അലർജിയും അതേപോലെ കറുപ്പും ഒക്കെ നല്ലതായിട്ട് ഫെയ്ഡാക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതേപോലെ പാക്ക് തയ്യാറാക്കി ആഴ്ച 2 ദിവസം കാലിൽ ഇടുക.
അത് കഴിഞ്ഞിട്ട് 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം നല്ലതായിട്ട് റബ്ബ് ചെയ്ത് അതിനകത്ത് കോഫ് പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്ക്രബ് നല്ലതായിട്ട് തിരുമ്മി വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഏതെങ്കിലും മോയ്സ്ചറൈസിങ് നമ്മൾ കാലിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈനസ് വരത്തില്ല. അതുപോലെ കറുപ്പ് ഫെയ്ഡാക്കും. ഒരുപാട് കറുപ്പ് കളർക്ക് 2-3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്തെങ്കിൽ അത് ഫെയ്ഡാകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമ്മുടെ കാല് എന്നും നല്ല സുന്ദരിയായിട്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നല്ലതായിട്ട് മുഖത്തിന്റെ കളർ പോലെ തന്നെ നമുക്ക് കാലിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രയോജനമുള്ള വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കെ.